പഠിക്കുമ്പം ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഫസ്റ്റിലെ ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തതിന് പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടോപ്പിക്കിൽ, ആ ഒരു ചാപ്റ്റർ, ആ ഒരു ടോപ്പിക്കിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരിക്കലും സെയിം ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ബട്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. അപ്പോൾ ആ കൺസെപ്റ്റ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ അത് വെച്ച് വന്നാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പർലി കൺസെപ്റ്റ് മനസ്സിലാക്കണം. ആ ക്വസ്റ്റ്യൻ ഒരിക്കലും കാണാൻ ബൈ ഹാർട്ട് ചെയ്യരുത്. ആ ക്വസ്റ്റ്യനെ പ്രോപ്പർ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിലുള്ള ടൈപ്പാണ് പഠിക്കേണ്ടത്. അപ്പോൾ ചുമ്മാതെ ഒരു ടൈപ്പ് നിങ്ങൾക്ക് സമയം മനസ്സിൽ കാരണം വെച്ചാൽ ഒരു ടൈപ്പിൻ്റെ 10-20 ക്വസ്റ്റ്യങ്ങൾ ചെയ്യും. അതല്ല വേണ്ടത്. ഒരു ടൈപ്പിൻ്റെ 1-2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അങ്ങനെ 100-150 ടൈപ്പ് ചെയ്യൂ. അവിടാണ് എൻട്രൻസ് ട്രിക്ക്. എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്ന മെത്തേഡ് അവിടാണ്. അതാണ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെ മനസ്സിലാവും? ഓരോ ടൈപ്പ് എങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ട്രെൻഡ് മനസ്സിലാവും, എങ്ങനത്തെ ടൈപ്പാണെന്ന് മനസ്സിലാകും. അത്രയും സിമ്പിളാണ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.